എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ വനമേഖലയിൽ മാവോയിസ്റ്റുകളെ വധിച്ചത് ഏറ്റുമുട്ടലിലൂടെ അല്ലെന്ന് സൂചന. മോദി ചെയ്യുന്നത് കേരള സർക്കാർ ചെയ്യേണ്ടെന്ന് CPI. ആ ഉയർത്തിയ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കാര്യം. വ്യാജ ഏറ്റുമുട്ടലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. നോട്ടുമാറ്റത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ജനദുരിതം പ്രത്യേകം പരിഗണിക്കും. വിമർശകർ കള്ളപ്പണം വെളുപ്പിക്കാൻ സമയം കിട്ടാത്തവരാണെന്ന് പ്രധാനമന്ത്രി. मैं समझता हूं कि मुद्दा ये नहीं है कि सरकार ने पूरी तैयारी नहीं की. ऐसे लोगों की पीड़ा इस बात की है कि सरकार ने किसी को तैयारी करने का समय नहीं दिया. ദുരിതബാധിതരെ അപമാനിച്ച മോദി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം. RBI കൗണ്ടറുകൾ വഴി പഴയ നോട്ട് മാറ്റാമെന്ന് സർക്കാർ. ക്വാറിക്കാർക്ക് അനുകൂല നിലപാടെടുത്ത സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ വിമർശനം. സർക്കാരും ക്വാറി ഉടമകളും ഒത്തുകളിക്കുന്നുവെന്ന് കോടതി. പെർമിറ്റ് പുതുക്കാൻ പാരിസ്ഥിതിക അനുമതി വേണമെന്ന് കേന്ദ്ര സർക്കാർ. വടക്കാഞ്ചേരി പീഡനക്കേസിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിന് നേരെ ലാത്തിച്ചാർജ്. അനിൽ അക്കര MLAക്ക് പരുക്ക്. നാളെ തൃശൂരിൽ ഹർത്താൽ. പോലീസിലെ നിയമലംഘകർക്ക് സർക്കാർ സഹായമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. ദിലീപും കാവ്യ മാധവനും വിവാഹിതരായി. മിന്നുകെട്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ. നവദമ്പതികൾക്ക് ആശംസ അറിയിച്ച് ചലച്ചിത്ര ലോകം. മലപ്പുറം കരുളായിയിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിനിടെ അല്ലെന്ന് സൂചന. സംഭവസ്ഥലത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല. ഇതിനിടെ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ പുറത്തെത്തി. രാവിലെ മുതൽ അതീവ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയത്. വെടിവെപ്പിന്റെ വിശദാംശങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത പോലീസ് സംഭവസ്ഥലത്തേക്ക് മാധ്യമങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു. ഇതിനിടെ കൊല്ലപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ തണ്ടർബോൾട്ട് സംഘം വഴി മാധ്യമങ്ങൾക്ക് ലഭിച്ചു. കുപ്പു ദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹമാണ് ചിത്രത്തിലുള്ളത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിന് സമീപമാണ് മൃതദേഹം കിടന്നത്. കുപ്പുവിന്റെ മൃതദേഹത്തിനടുത്ത് ടാബ്ലറ്റ്, സോളാർ ചാർജർ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയും കണ്ടെത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടെ പോലീസ് ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ജില്ലാ സബ് കളക്ടർ, ADM, മലപ്പുറം SP എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. റിപ്പോർട്ടർ, മലപ്പുറം. നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ വധിച്ചതിനെ എതിർത്ത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അഭിപ്രായം പറയുന്നവരെ വെടിവെച്ച് കൊല്ലാൻ ആർക്കും അവകാശമില്ല. ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും വേണ്ടി നടത്തുന്ന മുദ്രാവാക്യങ്ങളിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള നക്സൽ വേട്ട കേരളത്തിൽ വേണ്ട. മോദി ചെയ്യുന്നതെല്ലാം ചെയ്യാനല്ല LDF എന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും CPIയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. ആ ഉയർത്തിയ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കുന്ന കാര്യം. കരുളായി വെടിവെപ്പിന്റെ വാസ്തവമെന്ത്? ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ CPIM, ശ്രീ സത്യൻ മൊകേരി CPI, ശ്രീ MN രാവുണ്ണി, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ PA പൗരൻ, ശ്രീ ജോർജ് ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ രാവുണ്ണി, കരുളായി വനത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നും 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത. 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കുപ്പു എന്ന ദേവരാജ്, കാവേരി എന്ന അജിത എന്നിവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ ഏറ്റുമുട്ടലിലാണോ കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തത നമ്മളെ സംബന്ധിച്ചില്ല. പോലീസ് അങ്ങനെ അവകാശപ്പെടുന്നു. അതേസമയം ഇവരിൽ നിന്ന് ആയുധങ്ങളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട്. മാധ്യമപ്രവർത്തകരെ ഈ എൻകൗണ്ടർ നടന്നു എന്ന് പറയപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുമില്ല. എന്താണ് താങ്കളെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഇക്കാര്യത്തിൽ സംശയിക്കുന്നത്? ഇന്നലെ മുതൽ ഈ സംഭവത്തെ തുടർന്ന് പിന്തുടരാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വളരെയേറെ ദുരൂഹത അവശേഷിപ്പിക്കുന്ന സമീപനങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഏറ്റുമുട്ടലല്ല, കസ്റ്റഡിയിലെടുത്തതിന് ശേഷമോ അല്ലാതെയോ ജീവനോട് പിടിച്ച് വെടിവെച്ച് കൊന്നതാണ് എന്നുള്ളത് സംശയിക്കുകയാണ്. അതിനെ നിഷേധിക്കാൻ കഴിയുന്ന രീതിയുടെ തെളിവുകളൊന്നും ഇതുവരെയ്ക്കും ഇല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുവരെയ്ക്കും മാധ്യമത്തിനെ അങ്ങ് പ്രവേശിപ്പിച്ചിട്ടില്ല. 1. 2, അവർ ഉപയോഗിച്ചു, ഏറ്റുമുട്ടലിലാണെങ്കിൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആയുധങ്ങൾ പോലീസിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി വീണ്ടും അത് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഇന്ന് ഈ നിമിഷം വരയ്ക്കും അങ്ങനെ ഒരു ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ യാതൊരു തെളിവും നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഭരണകൂടം ഒരു ഭീകരത സൃഷ്ടിക്കുകയാണ്. ഇത് ഭരണകൂട ഭീകരതയാണ്. അതാണ് ആരോപണം. ശ്രീ ജോർജ് ജോസഫ്, ആ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് താങ്കൾ കരുതുന്നില്ലേ? ഒന്ന്, ആർക്കും ആ സംഭവം നടന്ന പ്രദേശത്തേക്ക് പ്രവേശനമില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്ന് നേരിട്ട് നിരീക്ഷിക്കാൻ മാധ്യമങ്ങളെ സംബന്ധിച്ചു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. AK-47 തോക്കുകളാണ് ഈ മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. പക്ഷേ 2 പേർ കൊല്ലപ്പെട്ട ഈ സംഭവത്തിന് ശേഷവും ആയുധങ്ങൾ, തോക്ക് ഇവർ പോലീസിനെ വെടിവെച്ചു, അപ്പോൾ തിരികെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കാൻ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ പക്കൽ നിന്ന് തോക്കുകൾ കണ്ടെടുത്തിട്ടും ഇല്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശദീകരിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തെ സംബന്ധിച്ചില്ലേ? ഇത് കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ ആയതുകൊണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ആ ഓപ്പറേഷൻ രീതികൾ. കാരണം ഒരു 15 പേരുള്ള ഒരു സംഘത്തോടാണ് കേരള പോലീസ് ഏറ്റുമുട്ടിയത്. അപ്പോൾ അവർ ഈ മരിച്ചവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കൈവശമുള്ള തോക്കുകൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ളവർ അത് എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. അപ്പോൾ അത് തന്നെയല്ല, മാധ്യമപ്രവർത്തകരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം 2 പേരൊഴിച്ച് 13 പേരോളം ആ പരിസരത്ത് അല്ലെങ്കിൽ അവിടെ ഓടി രക്ഷപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത്. തുടർച്ചയായ ഒരു ഏറ്റുമുട്ടൽ ഇനിയും ഉണ്ടാകാം. അപ്പോൾ അത് എങ്ങനെയായാലും വിക്ടിംസ് ഉണ്ടാവും. മാധ്യമപ്രവർത്തകരായാലും ശരി, ആരായാലും ശരി. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഛത്തീസ്ഗഡിലൊക്കെ ഒത്തിരി കണ്ടു. ഒത്തിരി പേര് മരണമടഞ്ഞു. മാധ്യമപ്രവർത്തകരും മരിച്ചിട്ടുണ്ട്. പോലീസ് ധാരാളം CRPക്കാരും മരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന അത്ര ഈസി അല്ല ഇങ്ങനെയുള്ള ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മാവോയിസ്റ്റ്. അവർക്ക് ആരെല്ലാം വെപ്പൺ ഉണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കാട്ടിൽ താമസിക്കുന്നതും വളരെ ആയുധങ്ങളോട് കൂടി തന്നെയാണ്. അവരൊരു ഐഡിയോളജിക്കലായിട്ട് പോലീസിനോട് വളരെ എതിർപ്പുള്ളവരുമാണ്. പോലീസുമായിട്ട് എപ്പോഴും ഏറ്റുമുട്ടാൻ തയ്യാറുള്ളതാണ്. അപ്പോൾ അത്ര ഉൾവനത്തിൽ പോലീസ് ഇപ്പം പോയി ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ നടത്തിയ സ്ഥലത്ത് ഒരു പത്രപ്രവർത്തകരെയോ നാട്ടുകാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുന്നത് റിസ്ക്കിയാണ്. കാരണം ബാക്കിയുള്ളവരെ 13 പേര് അവിടെ പരിസരത്തോ അല്ലെങ്കിൽ അവർ ഓടി രക്ഷപ്പെടുന്നെങ്കിൽ അവർ വനത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഏത് സമയവും ഒരു തിരിച്ചൊരു ആക്രമണം അല്ലെങ്കിൽ ഇനി കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് എത്ര പേരുണ്ടോ നമുക്കറിയില്ല. ശരി, എന്നാലും പോലീസിൻ്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 13-15 പേര്. അങ്ങനെയാണ് പോലീസ് ഭാഷ്യം. അത് പരിശോധിക്കപ്പെടണം. MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ടെലിഫോൺ ലൈനിൽ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വ്യാജ ഏറ്റുമുട്ടലുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ. അത് ഭീകരവാദികളാകാം, മാവോയിസ്റ്റുകളാകാം. ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. CPIM ഈ വിഷയം ദേശീയ ശ്രദ്ധയിൽ, അങ്ങനെ വ്യാജ ഏറ്റുമുട്ടലുകൾ എന്ന് ആരോപിക്കപ്പെട്ട വിഷയങ്ങളിൽ ഈ വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു വേള രാഷ്ട്രപതിയെ തന്നെ കാണാൻ ഒക്കെ തയ്യാറായ പാർട്ടിയാണ്. ആ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഇന്നലെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും 2 മാവോവാദികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ചില സംഘടനകൾ ആരോപിക്കുന്നു. ഇക്കാര്യം, ഈ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനില്ലേ? ഇല്ല, സംശയം ദൂരീകരിക്കുമല്ലോ. സർക്കാർ തന്നെ അതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യം വിശദീകരിച്ചാൽ മതിയല്ലോ. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത് വളരെ അകലെയുള്ള ഒരു വനമൊന്നുമല്ല, വളരെ അടുത്തുള്ള വനം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളും അത് സംബന്ധിച്ച് ആവശ്യമായ രീതിയിൽ ആളുകൾക്ക് ബോധ്യമാവുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇതുവരെ ഉണ്ടാകാത്തത് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ സംശയങ്ങൾക്ക് ഇടയാക്കുന്നില്ലേ? മുൻപ് നമ്മുടെ ഓർമ്മയിലുള്ളത് വർഗീസിന്റെ കൊലപാതകം, അതും ഇതേമാതിരി ഏറ്റുമുട്ടൽ എന്ന് പത്രങ്ങളിൽ വന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് പിന്നീട് നമുക്ക് ബോധ്യമായതാണല്ലോ. ഇവിടെ ഇപ്പോൾ ചില ചിത്രങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒരു ടെന്റിന്റെ സമീപത്ത് 2 മൃതദേഹങ്ങൾ കിടക്കുന്നു. അവിടെ ഈ ചോറ്റുപാത്രവും മറ്റുമല്ലാതെ ആയുധങ്ങളൊന്നും ഇല്ലതാനും. പുറത്തു വന്ന വസ്തുക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ്, സംസ്ഥാനത്തെ പോലീസ് സേന തണ്ടർ ബോൾട്ട് വിഭാഗമാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാതെ അവരെ അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു എങ്കിൽ അത് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് ആണല്ലോ. അതിനെ അനുകൂലിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതാണെന്ന് നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പോ എന്തായിരുന്നു സംഭവം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ പുറത്തു വന്നാലല്ലേ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങള് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, നേരത്തെ കേരളത്തിന്റെ ഭാഗമായിട്ട് അന്ന് കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിലാണ് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ വർഗീസിനെ വയനാട് മലയിൽ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. അന്ന് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് തന്നെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ വ്യക്തമാക്കിയാണ്. ദേശാമാനി പത്രം അത് വ്യക്തമാക്കിയതാണ്. അതൊരു ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതകമായിരുന്നില്ല
നേരിട്ട് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് എന്നന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് മാവോയിസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, അന്ന് ഈ നക്സലൈറ്റ് വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് വർഗീസ് ഉൾപ്പെടെയുള്ളവര് ആയുധധാരികളായിട്ട് പോലീസിനെയും പട്ടാളത്തെയും നേരിടാൻ വേണ്ടി നടക്കുന്ന ആളുകളായിരുന്നു. മാവോയിസ്റ്റ് വിഭാഗത്തിന്റെ തന്ത്രപരമായ നിലപാട് തന്നെ ഏറ്റുമുട്ടുക എന്നുള്ളതാണ്. ജനാധിപത്യപരമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റുമുട്ടലോടുകൂടി ആളുകളെ വധിക്കുക, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക, അതേപോലെ തന്നെ ആളുകളെ ബന്ദിയാക്കുക തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടും ഇല്ലാതെ ഒരു ഭീകര ഉള്ള സംഘത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മാവോയിസ്റ്റ് വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഏറ്റുമുട്ടലിലാണോ അല്ല വ്യാജമാണോ എന്നൊക്കെ പറയാൻ സാധിക്കണമെങ്കിൽ അതിന്റെ വസ്തുതകൾ പൂർണ്ണമായിട്ടും തീർച്ചയായും ആ നിലപാട് വ്യക്തമാണ്. വസ്തുതകൾ പുറത്തു വരണം. ശ്രീ സത്യൻ മൊകേരി, ഇന്ന് താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. നരേന്ദ്രമോദി ചെയ്യുന്നത് ചെയ്യാനല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്, LDFന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്ത് ഗുജറാത്തിൽ നടന്നതിന് സമാനമായ വ്യാജ ഏറ്റുമുട്ടലാണ് കരുളായിൽ നടന്നതെന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എന്തു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ CPI എത്തി? വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുക, ഉന്മൂലനം ചെയ്യുക എന്നതിനോട് CPIക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. മാവോയിസ്റ്റുകൾക്ക് മാവോയിസ്റ്റുകളുടേതായ ആശയങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അതിനോട് CPI യോജിക്കുന്നില്ല സൈദ്ധാന്തികമായി. പക്ഷേ അവരെ ഏകപക്ഷീയമായി വെടിവെച്ച് കൊല്ലുന്നതിനോട് CPI ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചെറുക്കുന്നുണ്ട്. അല്ല ആ കാര്യം വ്യക്തമാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നടന്നത്, അതായത് മലപ്പുറത്തെ കരുളായിൽ നടന്നത് അങ്ങനെ ഒരു സംഭവമാണ്, ഏകപക്ഷീയമായ പോലീസിന്റെ അതിക്രമമാണ്, ഏറ്റുമുട്ടലല്ല എന്ന നിഗമനത്തിലേക്ക് എങ്ങനെ എത്തി? ഞാൻ പറയട്ടെ, ഈ നിലമ്പൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ശുഭസൂചകമല്ല. കാരണം അവിടെ ഒരു ഏറ്റുമുട്ടൽ, എൻകൗണ്ടർ, പോലീസ് DGP ശ്രീ ലോകനാഥ് ബെഹ്റ ഇന്ന് വിശദീകരിച്ച തരത്തിലുള്ള ഒരു എൻകൗണ്ടർ അവിടെ നടന്നതായി റിപ്പോർട്ടുകളൊന്നും സൂചിപ്പിക്കുന്നില്ല. കാരണം ഒരു പോലീസുകാരനും ഗുരുതരമായ പരിക്കുകളേറ്റ് ഒരു ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകളില്ല. ഏകപക്ഷീയമായ ഒരു കൊലയായിട്ടാണ് അവിടെ വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെ ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയത്തിന് ഘടകവിരുദ്ധമാണ്. ലോകനാഥ് ബെഹ്റ DGP കേരള പോലീസിനെ ഈ സംഭവം അഭിമാനകരമാണെന്നാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ അപമാനകരമാണ്. കേരളത്തിൽ ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. ഇതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പോലീസിനുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇത് വളരെ ഗൗരവമായ വിഷയമായി ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ കാണേണ്ടതായിട്ടുണ്ട്. CPI അങ്ങനെ കാണുകയാണ്. ശരി, അതിൽ ശ്രീ സത്യൻ മൊകേരി, ഇക്കാര്യത്തിൽ നടന്നത് ഇങ്ങോട്ട് ആക്രമണം നടത്തിയപ്പോഴുണ്ടായ ഒരേറ്റുമുട്ടലാണ് എന്ന ആഭ്യന്തര വകുപ്പിന്റെ വാദത്തെ 100% CPI നിരാകരിക്കുന്നു. അത് വസ്തുതകൾ പുറത്തു വരട്ടെ. പോലീസുകാർക്ക് പരിക്കുണ്ടെങ്കിൽ, അവർ ആശുപത്രിയിലുണ്ടെങ്കിൽ, അങ്ങനെ റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് ആ തരത്തിൽ പരിശോധിക്കാൻ ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷെ അങ്ങനെ ഒരു വാർത്ത ഇതുവരെ പോലീസ് പുറത്തു വിട്ടിട്ടില്ലല്ലോ. ഒരു പോലീസുകാരനും റെയ്ഡ് നടത്തിയിട്ടുള്ള പോലീസുകാരന് എന്തെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയതായിട്ട് ഇന്നേ വരെ പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയട്ടെ, അപ്പോൾ ആ പക്ഷം ചർച്ച ചെയ്യാം. ശരി, അതാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. ആഭ്യന്തര വകുപ്പിനെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷി വിശ്വസിക്കുന്നില്ല, അവിശ്വസിക്കുകയാണ്. പുറത്തൊക്കെ നടന്നതുപോലെയുള്ള ഒരു വ്യാജ ഏറ്റുമുട്ടലാണ് നടന്നത് എന്നാണ് അവർക്ക് മനസ്സിലാകുന്ന എല്ലാ സൂചനകളും. അതുപോലെ തന്നെ ആയിരിക്കില്ലേ കേരളവും ഇതിനെ മനസ്സിലാക്കുക? ഗോവിന്ദ മാഷിലേക്ക് ഞാൻ മടങ്ങി വരാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ CR നീലകണ്ഠൻ, നടന്നത് എന്ത് തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് നമുക്കൊരു നിഗമനത്തിലെത്തണമെങ്കിൽ തീർച്ചയായും ഇനിയും വസ്തുതകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞൊരു 2 വർഷം എടുത്താൽ ഈ വയനാട്ടിലെയും അതുപോലെ തന്നെ മലപ്പുറത്തെയും ആ വനമേഖല മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള ഇടമാണ്. പല തവണ കേരള പോലീസിൻ്റെ തണ്ടർ ബോൾട്ടുമായി ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാവോയിസ്റ്റുകൾ ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഓഫീസുകൾക്കും ക്യാമ്പ് ഷെഡുകൾക്കും നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കേരളവും പതുക്കെ ഈ മാവോയിസ്റ്റ് ശല്യത്തിൻ്റെ രൂക്ഷത അറിഞ്ഞു തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ മാവോയിസ്റ്റുകൾ എന്ന പേരിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു സമതുലിതമായ നിലപാടല്ലേ വേണ്ടത്? ഏകപക്ഷീയമായ ആക്രമണമാണ് കേരള പോലീസ് നടത്തിയതെന്ന നിഗമനത്തിൽ ഇപ്പോൾ എത്തേണ്ട കാര്യമുണ്ടോ?
അല്ല, ഒന്ന്, മാവോയിസ്റ്റുകളുടെ ഒരക്രമത്തെയും ന്യായീകരിക്കാൻ തയ്യാറല്ല. ഹിംസ ഒരിക്കലും നീതിയിലേക്ക് നയിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഹിംസയും, പോലീസുകാരെ വെടിവെച്ചാലും തെറ്റ് തന്നെയാണ്, ആക്രമിച്ചാലും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ, സത്യൻ മൊകേരി പറഞ്ഞതുപോലെ, മറിച്ച് തെളിവുകൾ വന്നിട്ടില്ല. കിട്ടിയ തെളിവുകൾ വച്ച് ഇത് ഏകപക്ഷീയമായ ആക്രമണമാണ് എന്ന് പറയാനാണ് കൂടുതൽ ഇപ്പോഴുള്ളത്. വരട്ടെ, അഭിലാഷ് പറഞ്ഞതുപോലെ ബാലൻസ്ഡായ അപ്രോച്ച് വേണമെന്നൊക്കെ പറയാം. പക്ഷെ മരിച്ചവരും കൊന്നവരും തമ്മിലാവുമ്പോൾ ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത് തെറ്റാണെങ്കിൽ പിന്നെന്ത് ബാലൻസ് അതിലുള്ളത്? അതൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഇപ്പോൾ ഒരിക്കലും പോലീസ് എവിടെയെങ്കിലും, ഇപ്പോൾ ഗുജറാത്തിൽ പോലും ഫേക്ക് എൻകൗണ്ടർ ആണ് എന്ന് പൂർണ്ണമായും തെളിഞ്ഞെടുത്ത് പോലും പോലീസിന്റെ അവകാശവാദം എന്നും എന്തായിരുന്നു? പോലീസ് എപ്പോഴും ഇത്തരം ഹിംസയെ ന്യായീകരിക്കുകയാണ്. അതുകൊണ്ട് പോലീസിന്റെ ക്ലെയിം വെച്ച് നമുക്കിപ്പോൾ ഇത് ആക്രമണമാണ് അല്ലെങ്കിൽ പ്രത്യാക്രമണമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു, വർഗീസിന്റെ ആയാലും ഗുജറാത്തിലെ ആയാലും ഛത്തീസ്ഗഡിലെ ആയാലും ആന്ധ്രയിൽ ഉണ്ടായ വളരെ പ്രമുഖരായ നേതാക്കന്മാരെ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നതായാലും ഈ കഴിഞ്ഞ ദിവസം ജയിൽ ചാടൽ ആയി ബന്ധപ്പെട്ട തീവ്രവാദികളുടെ വിഷയമായാലും ബോധ്യപ്പെടുന്നില്ല പൊതുസമൂഹത്തിന്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമുക്ക് ബോധ്യം വരണ്ടേ ഇതിങ്ങനെയാണെന്ന്. മാത്രവുമല്ല, താങ്കൾ പറഞ്ഞതുപോലെ വയനാട്ടിൽ മാവോയിസ്റ്റുകൾക്ക് എവിടെ വേണ്ടി ജീവിക്കാം. അവർ അക്രമം നടത്തുന്നതിനെ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. അത് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, ഒരാൾക്ക് മാവോയിസ്റ്റ് ആവുന്നതൊരു കുറ്റമല്ല. ആകെയുള്ളത് അത് ഹിംസാത്മകമായി പ്രവർത്തിക്കുമ്പോഴാണ് അത് കുറ്റമാവുന്നത്. അത് ക്രിമിനൽ കുറ്റമാണ്. അത് ക്രിമിനൽ കുറ്റമായിട്ട് നേരിടണം. അങ്ങനെ ക്രിമിനൽ കുറ്റം തടയാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ തടയാനാണോ പോലീസ് ചെയ്തത്? അത് തെളിയിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം പോലീസിന് എപ്പോഴും പോലീസിന്റെ ഭാഷ്യം എപ്പോഴും മറുവശത്താണ് എന്നുള്ളതാണ് പ്രശ്നം. പോലീസ് എപ്പോഴും അങ്ങനെ ന്യായീകരിക്കാൻ നോക്കും. വർഗീസിന്റെ പദത്തിൽ പോലും പോലീസ് ന്യായീകരിച്ചത് ഏറ്റുമുട്ടല്ല വർഗീസ് കൊല്ലപ്പെട്ടേന്ന്. 30 വർഷത്തോളം നമ്മൾ ഏതാണ്ട് അത് വിശ്വസിക്കേണ്ടി വന്നു. രാമചന്ദ്രൻ നായർ പറയുന്നത് വരെ അത് പലരുമല്ല എന്ന് പറഞ്ഞെങ്കിലും വിശ്വസിക്കേണ്ടി വന്നു. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെയും ഇങ്ങനൊരു സംശയത്തിന് ഇട കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ വന്നാൽ പോലീസ് അധികാരമുള്ള ആളുകളാണ്, ആയുധമുള്ള ആളുകളാണ്. ആരെ വേണമെങ്കിൽ പോലീസിന് കൊല്ലാം. അങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം പോലീസിന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, സംശയത്തിന്റെ ആനുകൂല്യം താങ്കൾ പോലീസിന് കൊടുക്കുന്നില്ല. ഇതിൽ ശ്രീ ജോർജ് ജോസഫ്, രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് വ്യക്തമല്ല. കാരണം പോലീസിന്റെ ക്ലെയിം അല്ലാതെ ഭരണകൂടത്തിന്റെ ക്ലെയിം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മുൻപിൽ ലഭ്യമാകുന്ന വിവരങ്ങളെ മാത്രം വിശകലനം ചെയ്താൽ ആ സീനിൽ ഒരു ടെൻ്റുണ്ട്, അവരവിടെ താമസിച്ചു വരികയായിരുന്നു എന്ന് മനസ്സിലാകും. ഭക്ഷണം കഴിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ പോലീസിൻ്റെ സംഘം വന്ന് നടത്തിയ ആക്രമണമാണോ എന്ന് സംശയിക്കാവുന്ന അല്ലെങ്കിൽ സംശയിക്കത്തക്കതായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതിനപ്പുറത്ത് ഒരു എൻകൗണ്ടർ ആണെങ്കിൽ സ്വാഭാവികമായും ഇപ്പുറത്ത് കാഷ്വാലിറ്റിയേ ഇല്ല എന്ന ഒരു സാഹചര്യം എങ്ങനെ സംജാതമാകും എന്ന പ്രശ്നമുണ്ട്. ഇവർ പറഞ്ഞതനുസരിച്ച് 13 പേരുടെ സംഘമാണ്. 13 പേരുടെ സംഘം AK-47 തോക്കുകളുമായി വെടിവെച്ചിട്ട് ഇത്ര അനായാസം കേരള പോലീസിന് 2 മാവോയിസ്റ്റുകളെ കൊല്ലാൻ കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു, അതും മുഴുവൻ ആയുധങ്ങളും കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിൽ സാമാന്യ ബുദ്ധിയുടേതായ ചില പ്രശ്നങ്ങളില്ലേ? അല്ല, നമുക്ക് ഇത് ഈ സാധാരണ ഒരു രാഷ്ട്രീയക്കാരോട് അല്ലെങ്കിൽ ഒരു അടിപിടി നടക്കുന്നിടത്ത് പോലീസ് പോയി ഇടപെടുന്ന ഒരു സംഭവമല്ല ഇത്. കാരണം നമുക്ക് ഒരു 3-4-5 വർഷമായിട്ട് വയനാട്, പാലക്കാട്, അങ്ങനെയുള്ള മലപ്പുറം ജില്ലകളിലെല്ലാം ഈ മാവോയിസ്റ്റിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടു. പോലീസുമായിട്ട് പല സന്ദർഭത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് അവർ ഇങ്ങോട്ട് വെടിവെച്ച മരത്തെ കിടപ്പുണ്ട്, പോലീസ് അങ്ങോട്ട് വെടിച്ച കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഇങ്ങനെയുള്ള ക്യാമ്പ് അടിച്ചിരിക്കുന്നിടത്ത് ചെന്ന് പോലീസ് അറ്റാക്ക് ചെയ്ത് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യേണ്ടി വരും. കാരണം അവരെ നമുക്ക് മറ്റുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ കയറി പിടിക്കുന്ന പോലെ, പോലീസിന് കയറി പിടിക്കുന്ന പോലെയൊന്നും ഇവരുമായിട്ടൊന്നും ഏറ്റുമുട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ പിടിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ വാസ്തവസ്ഥിതി വരട്ടെ എങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, മാവോയിസ്റ്റുകൾ കേരളത്തിൽ നടത്തിയ പല സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ 3-4 ചർച്ചയിൽ ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ എക്വിപ്ഡാണ്. അവർ ഛത്തീസ്ഗഡിലെ വേണുഗോപാൽ റാവുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ 3 കർണാടകയിലും കേരളത്തിലും അതുപോലെ ആന്ധ്രയിലും
തമിഴ്നാട്ടിലൊക്കെ അങ്ങയുടെ നേതൃത്വത്തിലാണ് ഈ നല്ലൊരു സംഘം വനത്തിൽ തന്നെ ഉണ്ട്. അത് കേരള പോലീസിനും എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ട കാര്യങ്ങളാണ്. പക്ഷേ അവർ ഈ ഒരു സമയത്ത് സ്ട്രൈക്ക് ചെയ്തത് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല ഒരു അവസരത്തിൽ തന്നെയാണ് അവർ ഈ രാഷ്ട്രീയപരമായ രാവുണ്ണി, ഒന്ന്, ഈ മാവോയിസ്റ്റ് വിഭാഗത്തിന് ഒരു പശ്ചിമഘട്ട സോണൽ കമ്മിറ്റിയുണ്ട്. അതിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്. നിലമ്പൂർ വനത്തിൽ ഇവർ പ്രവർത്തിച്ചു വരുന്നത് സംബന്ധിച്ച നിരവധിയായ വിവരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ അഭിപ്രായം പറഞ്ഞതിന് ആരെയെങ്കിലും കൊന്നു എന്ന് കാൽപ്പനികവൽക്കരിക്കുന്നതിന് അപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളില്ലേ? ശരിയാണ്, രാജ്യവുമായി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധത്തിൻ്റെതായ നീതിയല്ലേ ഉണ്ടാകൂ? ഒന്നാമതേ രാജ്യവുമായിട്ടല്ല അവർ യുദ്ധം ചെയ്യുന്നത്, യുദ്ധത്തിലാണ്. അവരൊരു ചെറുത്തുനിൽപ്പ് യുദ്ധത്തിലാണ്, അത് അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യുദ്ധം ഭരണകൂടമാണ് ജനങ്ങൾക്കെതിരായിട്ട് നടത്തുന്നത്. ആ സാമ്പത്തിക രംഗത്തുണ്ട്, സൈനിക രംഗത്തുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ബഡ്ജറ്റ് പാസ്സാക്കിയപ്പോൾ തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ പറഞ്ഞത് ദിസ് ബഡ്ജറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് വാർ അഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ മാസസ് എന്നവർ. ആ യുദ്ധം തുടരുക. ഇന്നത് നമ്മുടെ നോട്ട് പിൻവലിച്ച അതിമാരകമായ സാമ്പത്തിക കടന്നാക്രമണം വരയ്ക്ക് എത്തി നിൽക്കുക. നാട്ടിൻ്റെ അവസ്ഥ അതാ. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. 70 കൊല്ലത്തെ ഇവിടുത്തെ പാർലമെൻ്ററി രാഷ്ട്രീയവും ഭരണം പദ്ധതികൾ മാറി വന്ന സർക്കാരുകൾ ഈ നാടിനെ എവിടെ എത്തിച്ചിട്ടുണ്ട്? അതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ജീർണതകൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇന്ന് ജീർണമാണ്. വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്രത്യുൽപ്പന്നം ഈ 50-70 വർഷക്കാലമായി നമ്മൾ പടുത്തുയർത്തി വന്ന വികസനത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥത്തിൻ്റെയും ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കാണ് മാവോയിസ്റ്റ് പ്രസ്ഥാനം, നക്സലൈറ്റ് പ്രസ്ഥാനം, മാവോയിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് വളർന്നു വന്നിട്ടുള്ളത്. അവരൊരു ചെറുത്തുനിൽപ്പില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. ഖനികൾ കൊള്ളയടിക്കാൻ പാടില്ല, മറ്റ് അസംസ്കൃത പദാർത്ഥങ്ങൾ കൊള്ളയടിക്കാൻ പാടില്ല. ഇതാണ് ഛത്തീസ്ഗഡിലെ പ്രശ്നം. അല്ല, നിലമ്പൂരിലും പ്രശ്നമാണ്. നിലമ്പൂരിൽ അവരുണ്ട്, നിലമ്പൂരിൽ അവിടെയുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിൽ പോലും ഒരു തടവുകാരനെ പിടിച്ചാൽ അയാൾ ഒരു യുദ്ധത്തടവുകാരനായി പരിഗണിക്കുകയും അതിനോട് അവരോട് എന്ത് സമീപനം സ്വീകരിക്കണം ഇന്ന് ജനീവ കരാർ അതുപോലുള്ള അന്താരാഷ്ട്ര കരാറുകളുണ്ട്. അതിൽ ഒപ്പിട്ടുള്ളത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ അതൊരു സ്വതന്ത്ര ഇന്ത്യയാണ് ഇന്ത്യൻ ഭരണകൂടം സ്വന്തം ജനങ്ങൾക്കെതിരാണ്. പൗരന്മാരെ അവർ ഇനി എന്ത് കുറ്റം ചെയ്താലും വെടിവെച്ചു കൊല്ലാനുള്ള അവകാശം ഇന്ത്യൻ ജനതയ്ക്കെതിരായിട്ട് യുദ്ധമാണ്, അതിനെതിരായി ചെറുത്തു നിൽക്കണു. മറ്റൊരു മാർഗവും ഇന്ത്യൻ ജനതന്റെ മുമ്പിൽ അവശേഷിപ്പിച്ചിട്ടില്ല ഒരു സാഹചര്യത്തിൽ. അത് താങ്കളുടെ രാഷ്ട്രീയ ആയുധമെടുത്ത് തോക്കുകൊണ്ട് പറയുമ്പോൾ അത് ഗുരുതരമായ ഒരു ക്രമസമാധാന പ്രശ്നമാണ്. ശരി, ഈ സാഹചര്യങ്ങളിലാണ് ഗുരുതരമായ പ്രശ്നമായ നിലമ്പൂരിൽ ട്രെയിനിന്റെ പൈപ്പ് മുറിച്ച് അത് അട്ടിമറിച്ചുകൊണ്ടല്ലോ ഭരണകൂടത്തോട് പോരാടുന്നത്. എന്നത് അവരാണോ അല്ലയോ എന്ന് ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടില്ല. മാവോയിസ്റ്റുകൾ ചെയ്യുന്നത് അവർ ഞങ്ങളാണ് ചെയ്തതെന്ന് സ്വയം ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരവും രാഷ്ട്രീയ സത്യസന്ധതയും ഉണ്ട് അവർക്ക്. പക്ഷേ ഇത് അവരല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലേഖനങ്ങൾ വന്നു, അതിലേക്ക് നമുക്ക് കടക്കണ്ട. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഏറ്റുമുട്ടി ആയുധം അവരെടുത്തുകൊണ്ട് പോകാം, വലിയ സംഘമുണ്ടെന്ന്. അദ്ദേഹം റിട്ടയർ ആണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ്. എങ്കിലും അദ്ദേഹം പറയണത് എടുത്തുകൊണ്ട് പോകാം. ചെതറി ഓടിയ എന്നാണ് പറയുന്നത്. ചെതറി ഓടുന്നവർ ഈ ആയുധം എടുത്തിട്ട് പോകുമോ? ആയുധം എടുത്ത് എടുക്കാനാണോ നിൽക്കുക? ആരെ അത് വിശ്വസിപ്പിക്കാൻ കഴിയുക? മാത്രമല്ല, സെൻട്രൽ കമ്മിറ്റി അംഗമാണ് കൊല്ലപ്പെട്ടത്. എനിക്കറിയില്ല, എന്താണ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ മാവോയിസ്റ്റുകളെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൃത്യമായ എസ്കോഡുകളുണ്ട്. അവർ കൃത്യമായി ഈ പറയുന്ന AK-47 അവർക്ക് പിന്തുണ ഗാർഡുകൾക്ക് കയ്യിലുണ്ടാവും, ഏറ്റുമുട്ടലുണ്ടാവും. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് അത് പിടിച്ചിട്ടില്ല. ആവർത്തിച്ച് കഥ പറയുക. ഈ കഥ ആരാ വിശ്വസിക്കുക? ഇവിടെ ഇതൊരു ഏറ്റുമുട്ടൽ, ഒരു വ്യാജ ഏറ്റുമുട്ടലാണ്, ഭരണകൂട ഭീകരതയാണ്. ഇത് കൃത്യമായിട്ടും അങ്ങനെ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തന്നെ സുപ്രീം കോടതി അതിനൊക്കെ കൃത്യമായ വിധികൾ ഇന്ന് ഉണ്ട്. അതിനെയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. അതാണ് വാദം. ശ്രീ സത്യൻ മൊകേരി, മാവോയിസ്റ്റുകളാണ്, മാവോയിസ്റ്റ് തീവ്രവാദമാണ് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് എന്ന് പറഞ്ഞത്
ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന വേളയിൽ 2010 അതിനുശേഷം നമ്മുടെ രാജ്യത്ത് തന്നെ രക്തപ്പുഴ ഒഴുക്കുന്ന തരത്തിൽ എത്രയോ സംഭവങ്ങളുണ്ടായി. അതിലൊക്കെ കൂത്തക മുതലാളിമാരോ ബൂർഷ്വാസികളോ ഒന്നുമല്ല കൊല്ലപ്പെട്ടത്. ഒന്നുകിൽ സാധാരണക്കാരായ BSFന്റെ സൈനികർ, അതല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ. അങ്ങനെ എത്ര ഇൻസിഡന്റുകൾ ഉണ്ടായി നമ്മുടെ നാട്ടിലല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ, ഛത്തീസ്ഗഡിലടക്കം. അങ്ങനെയുള്ള ഒരു മാവോയിസ്റ്റ് സംഘത്തിൻ്റെ ആ തരത്തിലുള്ള മുന്നേറ്റം പലയിടങ്ങളിലും തടയപ്പെടുമ്പോൾ അവർ കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരികയും അവരുടെ താവളങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കാമല്ലോ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 3 വർഷമായിട്ടേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ CPI പോലെയുള്ള പാർട്ടികൾ ഈ മാവോയിസ്റ്റ് സംഘടനകളെയൊക്കെ കാൽപ്പനികവൽക്കരിക്കാൻ നടന്നാൽ എവിടെ ചെന്നെത്തും? ഞങ്ങൾ ഒരിക്കലും കാൽപ്പനികവൽക്കരിക്കുന്നില്ല. മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ആശയങ്ങളെയും പ്രത്യയശാസ്ത്രപരമായും പ്രായോഗികമായും ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന പാർട്ടിയാണ് CPI. ഞങ്ങള് പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡിലും ബസ്താറിലും അതുപോലുള്ള മേഖലകളിലൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രചരണങ്ങളും ആശയപ്രചരണങ്ങളും അതിന്റെ അടിസ്ഥാന തർക്കങ്ങളും CPI മാവോയിസ്റ്റുകളും തമ്മിലുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിക്കുന്നുണ്ട് വേട്ടയാടി വെടിവെച്ചു കൊള്ളുകയാണോ? അതിനോട് യോജിക്കാൻ കഴിയില്ല. അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ മാവോയിസമാണ് ഈ രാജ്യത്തിന്റെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പൊതുവായ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് മോദി ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല. അല്ല, ആ മോദി ഗവൺമെന്റിന്റെ മാത്രമല്ലോ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കൂടുതൽ ഈ പറയുന്ന ആക്രമണ സംഭവങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത്. അല്ല, നിലമ്പൂരിൽ സത്യൻ മൊകേരി, നിലമ്പൂരിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി നടന്നുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. എത്രയൊക്കെ നടപടികൾ സ്വീകരിക്കാം. അതിന് പകരം മാവോയിസ്റ്റ് കേന്ദ്രമാണെന്ന് പറഞ്ഞ് അവരെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ശരി, അല്ല നിൽക്കട്ടെ, ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തും ലോകത്തും ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് ആളുകളെ വെടിവെച്ചു കൊല്ലുക, വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞു. അല്ല, അതാണ് പ്രശ്നം. വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിലാണോ വെടിവെച്ചു കൊന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ വെടിവെച്ചു കൊന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെ നമുക്കൊരു നിഗമനത്തിലെത്താനാകുമെന്നുള്ളത് ആദ്യത്തെ പ്രശ്നം. 2, CPI മാവോയിസ്റ്റ് ഒരു നിരോധിത സംഘടനയാണ്. ഈ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ രാജ്യവ്യാപകമായി നടക്കുന്നതാണ്. അതിന് പ്രത്യേക സേനയുണ്ട്. കേരളത്തിൽ ഈ പർപ്പസിന് വേണ്ടി രൂപീകരിച്ച സേനയാണ് തണ്ടർബോൾട്ട്. അതിപ്പോൾ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന വേളയിൽ നിങ്ങളുടെ സർക്കാരും അത് തന്നെ നടത്തുന്നു. അപ്പോൾ CPI ആദിവാസികൾക്കും പട്ടികജാതിക്കാർക്കും വേണ്ടി നടത്തുന്ന മുദ്രാവാക്യങ്ങളിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്, അല്ലാതെ വേട്ടയാടുകയല്ല വേണ്ടതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മാവോയിസ്റ്റുകൾ, ഈ നിരോധിത സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ്. അതിൽ ചെറിയ ചില ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിയോജിപ്പ് എന്നുള്ള നിലയിൽ വിലയിരുത്തുകയാണ്. മാവോയിസ്റ്റുകളെ നിരോധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ വെടിവെച്ചു കൊള്ളാൻ ആർക്കും അവകാശം നൽകിയിട്ടുള്ളത്? അങ്ങനെ വെടിവെച്ചു കൊള്ളാൻ പറ്റുമോ? ഇല്ല. അത് ശരിയാണോ അങ്ങനെ ചിന്തിക്കുന്നത്? അത് പരിഷ്കൃത സമൂഹത്തിന് അങ്ങനെ പറയാൻ കഴിയുമോ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ അവരെ നിരോധിച്ചു എന്നതിന്റെ പേരിൽ എത്ര സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്? അവരെയൊക്കെ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അത് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതല്ലേ വേണ്ടത്. ആ നിയമപരമായ നടപടികൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കണം. അവിടെ നടന്ന വസ്തുതകൾ പോലീസ് പറയട്ടെ. തീർച്ചയായും അക്കാര്യം പറയാൻ പോലീസിന് ബാധ്യതയുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ മാവോയിസ്റ്റുകളല്ല, ഇനി ഏത് ക്രിമിനലായാലും ഏത് ക്രിമിനലിനെയും വെടിവെച്ചു കൊല്ലാനുള്ള അവകാശമില്ല. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യത്തിൽ താങ്കളുടെ വാദഗതികളോട് പൂർണ്ണമായി യോജിപ്പാണ്. പക്ഷേ മാവോയിസ്റ്റ് ആശയങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ റൊമാന്റിസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ തർക്കം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനപ്പുറത്ത് ആരെയും വെടിവെച്ചു കൊല്ലാനാകില്ല, അതിനുള്ള അവകാശമില്ല പോലീസിനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. അവിടുത്തെ സംഭവം കേരള പോലീസിന് അഭിമാനകരമാണ്. അതിന് കേരളത്തിലെ ജനങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ? അങ്ങനെ വെടിവെച്ച അങ്ങനെ DGP പറയാൻ? അല്ല, നിശ്ചയമായും DGP അത് വിശദീകരിക്കേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നു. DGP അത് വിശദീകരിക്കട്ടെ. അറിയിച്ചുകൊണ്ട് സംഭവങ്ങൾ ഇന്നതാണ് എന്ന് അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പത്രപ്രവർത്തകനും ഇന്നേവരെ അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല. എല്ലാം ഏകപക്ഷീയമായിട്ട് വൺ സൈഡ് എന്ന് പറയുകയാണ്. അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. ഇല്ല, താങ്കൾക്ക് വളരെ പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത്, ഒന്ന് DGP ഇതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു പറയണ്ടായിരുന്നു. നേരത്തെ
ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് നാണിക്കേണ്ട കാര്യം. ഒരു സ്വതന്ത്ര ഇന്ത്യ ആണെന്ന് പറയുന്നു, ജനാധിപത്യ സമൂഹമാണെന്ന് പറയുന്നു. അവിടെയാണ് ഒരു പോലീസുകാരൻ, ഞാൻ വിശ്വസിക്കുന്ന ഈ ബെഹ്റയെ ഇവിടെ DGP ആക്കി കൊണ്ടുവന്നത് തന്നെ ഇതുപോലുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ്. അതിൽ പരിശീലിപ്പിക്കപ്പെട്ട മോഡിയുടെ ആളാദ്യം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് അത് പറയാൻ കഴിയും. ക്രമസമാധാന ചുമതലയുള്ള DGP ആയി വന്നതല്ലേ. നമുക്ക് അദ്ദേഹം മുൻപ് NIA-യിൽ ജോലി ചെയ്തതുകൊണ്ട് മോഡിയുടെ ആൾ അല്ല, അതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. അത് അവിടെ നിൽക്കട്ടെ. ശ്രീ CR നീലകണ്ഠൻ, 2015 ഡിസംബർ മുതൽ ഇവിടെ കേരളത്തിൽ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഡിസംബർ 7-ാം തീയതി വയനാട്ടിലെ ചപ്പ കോളനിയിൽ ഇതേമാതിരി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. പക്ഷേ മരണമോ മറ്റ് പരിക്കോ ഉണ്ടാകുന്നില്ല. ഡിസംബർ 22-ന് പാലക്കാട്ട് KFC-യുടെയും മക്ഡൊണാൾഡിൻ്റെയും ഷോപ്പുകൾ അടിച്ചു തകർക്കപ്പെടുന്നു. ജനുവരി 29-ന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് കത്തിക്കുന്നു. അതിനടുത്ത ദിവസങ്ങളിൽ നീറ്റ ജലാറ്റിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു. ഏപ്രിൽ മാസത്തിൽ വയനാട്ടിലെ വെള്ളമുണ്ടയിൽ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അയാളുടെ ബൈക്ക് കത്തിക്കുന്നു. ഒക്ടോബർ 12-ന് കടുകുമണ്ണ ആദിവാസി കോളനിക്ക് സമീപം അട്ടപ്പാടിയിൽ വെടിവയ്പ് ഉണ്ടാകുന്നു. നവംബർ 8-ന് സൈലന്റ് വാലി വനത്തിൽ ഭവാനി വിഭാഗം വനംവകുപ്പിൻ്റെ ക്യാമ്പ് ഷെഡ് കത്തിക്കുന്നു. ഡിസംബർ 18-ന് നിലമ്പൂരിൽ 2 വനംവകുപ്പ് ഔട്ട് പോസ്റ്റുകൾ കത്തിക്കുന്നു. ഡിസംബർ 19-ന് കാളികാവ് റേഞ്ചിലെ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് ആക്രമിച്ചു. ഞാൻ കഴിഞ്ഞ ഡിസംബറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തെ സംബന്ധിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ട്, ഇവിടേക്ക് വരുന്ന ആക്രമണങ്ങളെ തടയേണ്ട ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സേനയെ രൂപീകരിച്ചിട്ടുണ്ട്. അവരൊന്നും ചെയ്യേണ്ട, വെറുതെ ഇരുന്നാൽ മതിയെന്നാണോ? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ ചെയ്തതൊക്കെ ഇവരാണോ എന്ന് എനിക്കറിയില്ല. അത് അവരോട് തന്നെ ചോദിക്കണം. അവരാണ് എന്നുണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞ അഭിലാഷ് നേരത്തെ പറഞ്ഞ എല്ലാം ക്രിമിനൽ കുറ്റങ്ങളാണ്. അവരെ അതിന് കൃത്യമായി കണ്ടെത്തി വിചാരണ ചെയ്യാൻ കഴിയണം. ഇതിപ്പോ 2 പേരെ കൊന്നിട്ട് ഇവരാണ് അല്ലെങ്കിൽ ഇവരുടെ ആളുകളാണ് ഇതൊക്കെ ചെയ്ത് ഇവരെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ 2 പേരാണോ ഇത് ചെയ്തത്? നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ആരോ ചെയ്തതിന്, ഒരുപക്ഷെ വേറെ ആരെങ്കിലും ചെയ്തതിന് ഇവരുടെ പേരിൽ ആരോപിക്കുന്നതാവാം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ നിയമത്തിന് അങ്ങനെ പറയാൻ, ഒരു പാർട്ടിയിൽ ഒരാൾ ചെയ്താൽ ആ പാർട്ടിയിലെ മറ്റൊരാളെ ശിക്ഷിക്കാൻ ഇവിടെ ഒരു വകുപ്പുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ എനിക്കറിയാം. ഛത്തീസ്ഗഡിലൊക്കെ അവിടുത്തെ ആദിവാസികൾ ഇപ്പോൾ പലപ്പോഴും മാവോയിസ്റ്റുകളുടെയും പോലീസിന്റെയും ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. കാരണം 2 പേരും അവരെ ദ്രോഹിക്കുക എന്ന് പറയുന്ന അവിടുത്തെ ആദിവാസി സുഹൃത്തുക്കളെ എനിക്കറിയാം. മറ്റൊരു പ്രശ്നം, ഇവിടെ ആരെയും മാവോയിസ്റ്റ് ആക്കാൻ കഴിയുന്ന ഒരു പോലീസാണ് ഉള്ളത്. അവിടെയാണ് ഞാനതിൽ ഭയപ്പെടുന്നത്. ആരെയും മാവോയിസ്റ്റ് ആക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം, വിനായക് സെന്നിനെ പോലെ ഒരാളെ മാവോയിസ്റ്റ് ആക്കിയ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് സമൂഹത്തിൽ ഇങ്ങനൊരു ഭീകരത പോലീസ് സൃഷ്ടിക്കാൻ പാടില്ല. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ജോലി ഒന്ന് നിയമം പാലിക്കലാണ്, മറ്റൊന്ന് നിയമലംഘനത്തിന് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവരെ തടയലാണ്. പക്ഷെ അങ്ങനെയല്ല, ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ മാവോയിസ്റ്റ്, ഭീകരവാദി എന്ന് പേരെടുത്ത് അങ്ങനെ അങ്ങ് പറയുക, ഇതിനാധാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുക, ഇങ്ങനെ ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ നടത്തുക, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭരണകൂടം ശരിയായ വഴിയിലാണോ പോകുന്നത്, നിയമം പാലിക്കുന്ന വഴിയിലാണോ പോകുന്നത് എന്ന സംശയം ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായാൽ അത് സംശയിക്കണം. 2, ഈ മാവോയിസ്റ്റ് ഇൻഫെക്റ്റഡ് ജില്ല ആക്കി കിട്ടാൻ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും ശ്രമിക്കുക. എന്തിനാണെന്നറിയോ? അങ്ങനെ കിട്ടിയാൽ അവിടേക്ക് ഇഷ്ടംപോലെ പണം കിട്ടും, കൂടുതൽ പോലീസ് ഫോഴ്സിനെ കിട്ടും, ചില നിയമങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇങ്ങനെ ചില ശ്രമങ്ങളും പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണോ ഇത് ശ്രമിക്കുന്നതെന്നൊക്കെ ഇനി ഒരുപക്ഷെ ചരിത്രം നാളെ അത് പറയും. ശരി, അത്തരത്തിലുള്ള സംശയങ്ങൾ താങ്കളെ സംബന്ധിച്ചു ശ്രീ ജോർജ് ജോസഫ്, മുൻപും നമ്മൾ ഈ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന വാദഗതി ഇതാണ്: മാവോയിസ്റ്റ് ബാധിതം എന്ന് വന്നാൽ കാര്യങ്ങൾ കുറേ എളുപ്പമാണ്, ഭരണകൂടത്തിന് കൂടുതൽ ഫണ്ട് കിട്ടും, ആ ഓപ്പറേഷൻ എന്നുള്ള പേരിൽ അങ്ങനെ ചില സൗകര്യങ്ങളുണ്ട് തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് മാവോയിസ്റ്റ് ഭീഷണി എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള ഒന്നാണോ? ഞാനിവിടെ കുറേ ഇൻസിഡൻസ് പറയുകയുണ്ടായി, പക്ഷേ ഇതൊക്കെ കൃത്യമായി മാവോയിസ്റ്റുകളാണോ ചെയ്തത്, അങ്ങനെ ചെയ്തതിൽ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് ഒരു മാവോയിസ്റ്റ് ഭീതി ഉണ്ടാക്കുക എന്ന ഒരു സാഹചര്യമുണ്ടോ? അല്ല, കേരളത്തിലെ മാവോയിസ്റ്റുകളുടെ ശക്തി എന്തായാലും വർദ്ധിച്ചു വരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് അറിയാം, ഇപ്പം തന്നെ 2014 മുതൽ ഒരു 10-30 ഇൻസിഡൻറ്റ് കേരളത്തിലുണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് രൂപേഷിനെ ഒരു ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ രൂപേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം രൂപേഷിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് ഇപ്പം കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അപ്പം കേരളത്തിൽ ഈ വയനാട്, പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിൽ ഇത് സജീവ സാന്നിധ്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ഞാൻ കുറേ നാൾ ഈ ആദിവാസികളെ സംരക്ഷിക്കുന്ന ഒരു സ്ക്വാഡിനകത്ത് ഉണ്ടായിരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഞാനത് എന്നും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരെ തട്ടിമുട്ടി അല്ലെ അവരെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ മാവോയിസ്റ്റുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒരുവിധം നമുക്കറിയാം, രൂപേഷ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുപോലെ പാലക്കാട് കേസിനകത്ത് KFCയിലെ കേസിനകത്ത് അറസ്റ്റ് ചെയ്ത 2 പേര്, ഒരാളൊരു പത്രപ്രവർത്തകനും മറ്റൊരാളൊരു BEdകാരനുമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ആകർഷകരായി വന്നിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം അൺട്രസ്റ്റായിട്ടുള്ള ആ ചെറുപ്പക്കാരെ അവരെ മുഖ്യധാരയായി കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. സത്യം മോക്കേരിയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ ചെറുപ്പക്കാർ, ഈ മാവോയിസ്റ്റ് ആദർശത്തിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമുക്ക് വെടിവെച്ച് കൊന്ന് ഇതുങ്ങളെ തീർക്കാൻ പറ്റില്ല. അതെന്തായാലും നമുക്കറിയാം. അത് പോലീസിനും അറിയാം, നാട്ടുകാർക്കറിയാം, രാഷ്ട്രീയക്കാർക്കറിയാം. ഇവരെ എല്ലാവരും വളരെ വിദ്യാഭ്യാസമുള്ളവരാണ് ഇന്ന് മാവോയിസ്റ്റ് പ്രവർത്തനത്തിൽ കേരളത്തിൽ അങ്ങും ഇങ്ങും തലപൊക്കി നിൽക്കുന്നവരെല്ലാവരും. ഇവരെ നമുക്ക് ഒരു മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുള്ള അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് ചർച്ച ചെയ്ത്, കാരണം രാവുണ്ണിയെ പോലുള്ളവർ, ഞാനിത് പറയുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിലുള്ള കാര്യങ്ങൾ, ഛത്തീസ്ഗഡ് കാര്യം, ഇന്ത്യ മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് കേരളത്തിലുള്ള ഈ കുട്ടികളെയും അവരെ മുഖ്യധാരയെ കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയ UDF ആയാലും LDF ആയാലും രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കണം. അതിന് ഇനി പിന്മരിഞ്ഞു പോകരുത്. അത് രാഷ്ട്രീയമായിട്ട് അതിനെ ഇഗ്നോർ ചെയ്യരുത്. ഇവർ മുഖ്യധാരയിലുള്ളവരല്ല, ഇവർ ഫെഡറൽ സംവിധാനത്തിന് എതിരുള്ളവരാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വളരെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തന്നെ ഇതിൽ ആകർഷകരായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷത്തെ സംഭവവികാസങ്ങളെല്ലാം നോക്കുമ്പോൾ കേരള പോലീസിനല്ലേ ഇൻ്റലിജൻസിന് യുഗാതെ ഇത് മുഴുവൻ ഒരൊറ്റ ഒരു കൂട്ടരുടെ പ്രവർത്തനമാണോ, പലരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതിനെ പറ്റി ഒന്നും യാതൊരു ഗ്രാഹ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. തുടരുക. ശ്രീ രാവുണ്ണി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ എടുക്കൂ. ഇപ്പോൾ വനം വകുപ്പിന്റെ ക്യാമ്പ് ഷെഡുകളും ഫോറസ്റ്റ് ഓഫീസുകളും ഒക്കെ ആക്രമിക്കുക ഭരണകൂടത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ പ്രതീകം എന്നുള്ള നിലയിലായിരിക്കാം അവർക്ക് ഏറ്റവും അടുത്ത് ആക്സസ് ഉള്ള സ്ഥലത്ത് ഒരു ആക്രമണം നടത്തുക. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്ത് ഗുണമാണ് ഉണ്ടാവുക? വനം കയ്യേറ്റക്കാരുടെ കുറെ ഫയലുകൾ കത്തി നശിക്കുമായിരിക്കും. ഈ സംഭവങ്ങൾ അവർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അവരുടെ തന്നെ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ആ സമരങ്ങൾ. ഇത്തരം സമരങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു. സമരമല്ലല്ലോ, അക്രമമല്ലേ? എന്താക്രമം? കോറി മുതലാളിമാരെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നടത്തിയതിനേക്കാളും വലിയ ആക്രമണം ഇവിടെ ആരും നടത്തിയിട്ടില്ല. അവർ നടത്തിയ ആക്രമണവും തെറ്റാണ്. അതിന്റെ പിന്നാലെ നിന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോ കസ്തൂരി രംഗൻ സമരത്തിന്റെ ഭാഗമായി താമരശ്ശേരിയിൽ, അതാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്, വനംവകുപ്പിന്റെ ഓഫീസ് നശിപ്പിച്ചു, ഫയലുകൾ കത്തിച്ചു, കുറെ കയ്യേറ്റക്കാരുടെ ഫയലുകൾ നശിപ്പിച്ചു. സമാനമായ വിധത്തിൽ പാലക്കാട് എന്താണ് വ്യത്യാസം? അതല്ല, അത് ജനങ്ങൾക്കെതിരായി, സമൂഹത്തിനെതിരായി, രാജ്യത്തിനെതിരാണ്. അത്തരം ശക്തികൾക്കെതിരായിട്ടാണ് അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് രണ്ടും എങ്ങനെയാണ് നിങ്ങൾ ഒരു തുലാസിലിടെ എന്ത് ജനാനുകൂല സമീപനം ഇല്ല, സമരത്തിന്റെ ഭാഗമായി സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി എന്തിനാണ് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് കത്തിക്കുന്നത്? KFC മാക്ഡൊണാൾഡും ആക്രമിച്ചു. KFCയുടെ ഔട്ട്ലെറ്റ് സാമ്രാജ്യത്വത്തിൽ എന്തെങ്കിലും പ്രചരണാത്മകവുമായിട്ടുള്ള സമരമാണ്. നീറ്റ ജലാറ്റിൻ കമ്പനി അവിടെ ചാലക്കുടിയിൽ മാലിന്യീകരണം എന്നെ ബോധ്യപ്പെടുത്താണോ ഞാൻ നിങ്ങളെ സമൂഹത്തിന് വേണ്ടി തർക്കിക്കല്ല വേണ്ടത്. റിപ്പോർട്ടറിനോട് ഞാൻ പണ്ട് ഇത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, മാവോയിസ്റ്റുകൾ കൃത്യമായിട്ടൊരു ചെറുത്തുനിൽപ്പ് യുദ്ധത്തിലാണ്. സ്റ്റേറ്റുമായിട്ട് തന്നെ ജനങ്ങൾക്കെതിരായി സ്റ്റേറ്റ് യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരു മാർഗവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ ആയുധമെടുത്ത് സമരം ചെയ്യുന്നു, ചെറുത്തുനിൽപ്പ് നടത്തുന്നു. കൃത്യമായ ഒരു സൈനിക ലൈനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥലങ്ങൾ, അവരുടെ സ്വാധീന മേഖലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താവള പ്രദേശങ്ങളിൽ സമാന്തര ഭരണം തന്നെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്.
അതിനെ അല്ല, വിശദീകരിക്കുന്ന ഞാൻ ഒരൊറ്റ കാര്യം, ഇപ്പോൾ നീറ്റ ജെലാറ്റിൻ കമ്പനി ആക്രമിക്കപ്പെടുന്നു, നീറ്റ ജെലാറ്റിൻ കമ്പനിയുടെ ഇവിടുത്തെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു. ഞാൻ ആ ഒറ്റ ഒരു കാര്യത്തിൽ ഒരു കാര്യം പറയാം. അവിടെ നീറ്റ ജെലാറ്റിനുമായി ബന്ധപ്പെട്ട് കാതികൂട്ടത്തെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ജനകീയ സമരം എത്രയോ നാളുകളായി നടക്കുന്നു. ഉദ്ഘാടനം ചെയ്ത ശരി, അങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ട്. ആ സമരത്തെ അടക്കം മാവോയിസ്റ്റ് സമരം എന്ന പേരിൽ അടിച്ചമർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയല്ലാതെ എന്ത് ഗുണമുണ്ട് ഇതുകൊണ്ട്? അതല്ല, നിങ്ങൾ അങ്ങനെയല്ല അത് കാണേണ്ടത്. ആ സമരം നിറ്റ ജെലാറ്റിൻ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ വ്യക്തിയാണ്. ഉദ്ഘാടനം ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോലീസ് ആളെ വെച്ചുകൊണ്ടാണ് അവരെ ക്യാബിൻ തകർത്തിട്ട് മാവോയിസ്റ്റ് ആക്രമണം എന്ന് പറഞ്ഞിട്ട് വീടുകൾ സമരക്കാരെ മുഴുവൻ ആക്രമിച്ചു. ശ്രീ സി ആർ നീലകണ്ഠൻ, നീറ്റ ജെലാറ്റിൻ കമ്പനിയുടെ ഇവിടുത്തെ ഓഫീസ് ആക്രമിച്ചാൽ കാത്തികുടംകാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ മലിനീകരണ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ? അവിടെ സമരം നടത്തുന്ന ആളുകൾ തന്നെ മോശമായി ചിത്രീകരിക്കാൻ ഇടവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് ആക്രമിച്ചാൽ ടോൾ ഇല്ലാതാകുമോ? സോ ഇങ്ങനെയുള്ള പ്രചരണാത്മകമെന്നോ മറ്റേതെങ്കിലും തരത്തിലോ വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു കൂട്ടം ആളുകൾ ചെയ്തതുകൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. കാരണം രാവണേട്ടനുമായിട്ട് ഞാൻ വിയോജിക്കുന്നു അക്കാര്യത്തിൽ. ഇപ്പൊ ദേശീയപാതാ സമരത്തിലും നിറ്റ ജെലാറ്റിൻ സമരത്തിലും വളരെ കാലമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 2 സമരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഹിംസാത്മകമായ ഇടപെടൽ അത് ആ സമരത്തെ പുറകോട്ടടിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നാണ് ആ സമരത്തിൽ ഒരാളെന്നുള്ള നിലയ്ക്ക്. അത് അഭിപ്രായ വ്യത്യാസമാണ്. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായി അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, തർക്കത്തിനല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. കാരണം അവിടെ ഇതിന്റെ ഫലമായി എത്രയധികം നിരപരാധികളായ ആളുകളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി തല്ലി. ഈ മാവോയിസ്റ്റ് ഒറ്റ കാരണം പറഞ്ഞിട്ട്. കാരണം പോലീസുകാർക്ക് അത് മതി. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാവോയിസ്റ്റ് സംഭവം ഉണ്ടെന്ന് വന്നാൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് സമരത്തിനും വളരെ സമാധാനപരമായി എല്ലാ അടിയും കൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അവിടെ അവരോട് പോലീസിന് ഇടപെടാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്ത സംഭവങ്ങൾ അത് ചില സമരങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന്റെ കണക്കൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ മാവോയിസ്റ്റുകൾക്ക് ഞാൻ അവരെ കുറ്റം പറയില്ല, അവരുടെ ലൈൻ അതാവാം. പക്ഷെ ആ പൊതുസമരത്തിന് അത് പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കാരണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും മാവോയിസ്റ്റാക്കി ഭീകരവാദിയാക്കി ഏത് സമരത്തെയും തകർക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ രീതിയാണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഏലൂർ സമരത്തിലും കാതിക്കുട സമരത്തിലും ദേശീയപാതാ സമരത്തിലും ഒക്കെ ഭീകരവാദികളാണ്, ചില ആളുകളാണ്, ചില മാവോയിസ്റ്റുകളാണ്, ചില സംഘടനകളാണ്. മൂലംപള്ളിയിൽ വരെ അത് പറഞ്ഞു. മൂലംപള്ളിയിൽ വരെ ഭരണകൂടം അത് പറഞ്ഞു. അവർക്ക് അത് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാം. അതാണ് ശരി. അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് സമരത്തിൽ നിന്ന്. എനിക്കൊന്ന് പറയാനുള്ളത്, ശ്രീ നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിയോജിപ്പുണ്ട്, അതൊരു വസ്തുതയാണ്. നിറ്റ ജെലാറ്റിൻ സമരത്തിൽ അവിടെ മലിനീകരണം ഇല്ല എന്ന് അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇദ്ദേഹം എഴുതി കൊടുത്തൊരു വ്യക്തിയാണ്. ഇന്നും അവിടെ കാളിനിയാണ് അവിടെ ആ പുഴ. അപ്പൊ ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ മാവോയിസ്റ്റുകൾ എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ പരിഹരിക്കുന്നില്ല? ഇത്തരം സമരങ്ങൾ വന്നാൽ അവർ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. മറ്റൊന്ന്, സമാധാനപരമായ സമരത്തിന്റെ കാര്യം പറഞ്ഞു. പാലിയേക്കര ടോൾ സമരം വർഷങ്ങളോളം നടന്നു. വളരെ സമാധാനമാണ്. നിരാഹാരം, റിലേ സത്യാഗ്രഹം, അനിശ്ചിതകാല നിരാഹാരം. എന്തുണ്ടായി അവിടെ? നിരത്തി ലാത്തി ചാർജാണ് നടത്തിയത്. പന്തൽ വരയ്ക്കും കടന്ന് തള്ളി പോലീസ്. ഇത് ആരാ? നമ്മൾ ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. നമുക്ക് ആ സിസ്റ്റത്തെ ആക്രമിക്കണമെന്ന് താങ്കളെ പോലെയുള്ള അല്ല, ജനാധിപത്യം ഇവിടെ ജനാധിപത്യം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് ജനാധിപത്യമാണ്? നോട്ട് പിൻവലിച്ച ഏത് ഭരണഘടനാ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ? എന്ത് ജനാധിപത്യം? അല്ല, അതുകൊണ്ട് ഭരണകൂടം വേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആയിക്കൊള്ളട്ടെ. അതിനാണല്ലോ വർഷാവർഷം 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ്. ശ്രീ പി എ പൗരൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ പൗരൻ, അവിടെ നടന്ന കാര്യങ്ങൾ താങ്കളുടെ മേഖല കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് കുറച്ചുകൂടി അടുത്ത പരിചയം ഉണ്ടാകുമല്ലോ. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ആർക്കും നേരിട്ട് ആ സ്ഥലത്ത് പോയി എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ടേ ഉള്ളൂ. അതിനപ്പുറത്ത് എൻകൗണ്ടർ സൈറ്റിലേക്ക് എത്തിയിട്ടുള്ള ചില ഫോട്ടോഗ്രാഫുകൾ ലഭ്യമാകുന്നുണ്ട്. പോലീസ് പറയുന്നത് അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്, രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കാനുള്ള എന്തെങ്കിലും വസ്തുതകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്താണ്? വളരെയേറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു സംഭവമായിട്ട് മാത്രമേ കേരളയിലെ സംഭവത്തെ കാണാൻ സാധിക്കൂ. ഇവിടെ
മുണ്ടപ്പ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായെന്ന് പറയുന്നു. സംഭവം കഴിഞ്ഞിട്ട് 36 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യം വ്യക്തത ഇല്ലാതെ ഇപ്പോൾ നീണ്ടു പോകുന്നു. ഇന്നൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ 3 പേർ മരിച്ചിരിക്കുന്നു. ഒരാളെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 2ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു ആദിവാസി കൂടി ഇതിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള വിവരങ്ങളാണ്, കൃത്യമായ ഇൻഫർമേഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കോൾഡ് ബ്ലഡ് മർഡർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ ആദിവാസി മരണത്തിന്റെ കാര്യം അവിടെ നിന്നുള്ള ആദിവാസികളിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ മൃതദേഹം എവിടെ, പരിക്ക് പറ്റിയവർ ഏത് ആശുപത്രിയിൽ തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമോ? ഗൺ ഉപയോഗിച്ച്, തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച്, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും പോലീസ് സംഘം എത്തിയിരുന്നു. മരിച്ചവരെന്ന് പറയുന്നവരുടെ ബന്ധുക്കൾ എത്തിയിരുന്നു. പക്ഷെ അവരെത്തിയിട്ട് അവരെ 6 കിലോമീറ്റർ അകലെയുള്ള പോയിന്റിൽ വെച്ച് തടഞ്ഞ് ഒരൊറ്റാളെ പോലും അകത്ത് കിടത്താതെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും വ്യക്തമാക്കുവാൻ മാധ്യമപ്രവർത്തകരെ പോലും ഉള്ളിലേക്ക് കടത്താതെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും നരേന്ദ്രമോദി 2002 നടത്തിയ എൻകൗണ്ടറുകൾ എല്ലാം ഇപ്പോൾ വളരെ ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശ്വാസ്യത വളരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം എൻകൗണ്ടറുകൾ ഉണ്ടാവുന്നു, ഇത്തരം ലോക്കപ്പ് മരണങ്ങൾ ഉണ്ടാവുന്നു. ഇത് ഒരിക്കലും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭൂഷണമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി ഗുരുതരമാണ്. ശ്രീ സത്യൻ മൊകേരി, ഇവിടെ എനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടും നൽകാനില്ല, പക്ഷേ കുറെ കൂടി മോശമാണ് അവസ്ഥ എന്ന് അവിടെ PUCL പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ശ്രീ PA പൗരനെ പോലെയുള്ള ആളുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ഒരു പരിശോധന, എന്ന ഒരു അന്വേഷണം നടത്തേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന ആവശ്യം CPIക്കുണ്ടോ? അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് പോലീസ് പുറത്തു വിടണം, ജനങ്ങൾ അറിയട്ടെ. പത്രപ്രവർത്തകന്മാർക്ക് ഇന്നേ വരെ, ഇതേ സമയം വരെ അവിടെ പ്രവേശനം ലഭിച്ചിട്ടില്ല. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ജനങ്ങൾ അറിയട്ടെ. ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻകൗണ്ടർ ആണെങ്കിൽ എൻകൗണ്ടർ, അത് ജനങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം. ഇപ്പം വന്ന വാർത്തകൾ അനുസരിച്ച്, റിപ്പോർട്ടുകൾ അനുസരിച്ച് എൻകൗണ്ടർ ആണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ഉപോത്ബകമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് ജനങ്ങളെ അറിയിക്കണം. അതാണ് പോലീസ് ചെയ്യേണ്ടത്. അല്ലാതെ സംഭവം നടന്നു കഴിഞ്ഞാൽ അഭിമാനകരമാണ്, 2 പേരെ കൊന്നതിന് ശേഷം അഭിമാനകരമാണ് എന്ന് വിശദീകരിക്കുകയല്ല വേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്, CPIയുടെ നിലപാട്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇത്തരം ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും അല്ല, തീർച്ചയായും അത് നേരത്തെ വിശദീകരിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമോ മറ്റൊരു തരത്തിലുള്ള പരിശോധനയോ നടത്തേണ്ടേ? തീർച്ചയായിട്ടും ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. അങ്ങനെ ഒരാവശ്യം ക്യാബിനറ്റിൽ വരും CPIയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാമോ? അത് ഈ വസ്തുതകളൊക്കെ പുറത്തു വരട്ടെ. എല്ലാ വസ്തുതകളും പുറത്തു വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. തീർച്ചയായും തുടരുക. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ പോലീസിൻ്റെ ഭാഷ്യത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ള ഒരു സമ്പ്രദായമില്ലല്ലോ. പോലീസ് DGP തന്നെ ഇത് കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് വിശദീകരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പറയുന്നത് വസ്തുതകളുടെ പിൻബലത്തിലാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ ഭരിക്കുന്ന പാർട്ടികൾക്ക് തന്നെ ഇക്കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു വരണം എന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, രാഷ്ട്രീയമായി അവർ അത് ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും പോലീസിന് ഇതാണ് വസ്തുതകളെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഈ സമൂഹത്തെ വിശ്വസിപ്പിക്കാനുള്ള, ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയില്ലേ? അതല്ലാതെ ഇതൊരു വളരെ സുരക്ഷാ പ്രധാനമായ ഒരു കാര്യമാണ്, മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കടത്തുന്നതിൽ സുരക്ഷാ കാരണങ്ങളുണ്ട് എന്നൊക്കെ ഇപ്പോൾ പറയാം. അതിനപ്പുറത്ത് വരുന്ന ദിവസങ്ങളിൽ പോലീസ് ഇത് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ല, അത് പോലീസ് വിശദീകരിക്കും. കാരണം അത് തീർച്ചയായിട്ടും ഭരണകൂടം വിശദീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ, ഈ ഏറ്റുമുട്ടലുണ്ടായ ഉടനെ തന്നെ അവിടെ പത്രപ്രവർത്തകരും മറ്റവരും പോകണ്ടെന്നേ ഉള്ളൂ. അത് അവിടുത്തെ പോലീസിൻ്റെ ഓപ്പറേഷൻ ആ ഏരിയയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവിടുന്ന് ഈ മാവോയിസ്റ്റുകളിലെ അവിടുന്ന് അപ്രത്യക്ഷമായെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പം പോലീസ് അവിടെ പത്രപ്രവർത്തകരെ, നാട്ടുകാരെ അവിടെ പ്രവേശിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതിന് തടസ്സം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ വേറെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ,
അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ഒരു എൻകൗണ്ടർ തന്നെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് പിന്നാലെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊന്നും ഒരു പോയിന്റ് ബാങ്കിൽ തന്നെ അവരെ നശിപ്പിച്ചതാണോ ഇല്ലയോ, അത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. എന്തായിക്കോട്ടെ, നമുക്ക് അതേപ്പറ്റി തീർച്ചയായിട്ടും ഒരു പ്രസ് കോൺഫറൻസ് DGP നടത്തിയിരിക്കും, അല്ല ഭരണകൂടത്തിൽ ആരെങ്കിലും നടത്തിയിരിക്കും. അതേപ്പറ്റി അന്നേരം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപ്പറ്റി അന്വേഷിക്കട്ടെ, ഒരു അന്വേഷണം നടക്കണമെങ്കിൽ നടത്തട്ടെ, മറ്റുള്ള ജുഡീഷ്യൽ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത് നടത്തിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നേരത്തെ ഉണ്ടായ ചർച്ചയിലെ ഈ നീറ്റ ജലാറ്റിൻ്റെ അവിടുത്തെ പരിതസ്ഥിതി പ്രവർത്തനം, നമ്മൾ ആ ഒരു കേസ് മാത്രം ഞാൻ പറയാം. ആ പരിതസ്ഥിതി പ്രവർത്തകരും മറ്റവരും അവിടെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കുടിക്കാനുള്ള ജലം മുഴുവൻ മലിനമായിട്ടുണ്ട്. ഈ UDF LDF ഇത്രയും നാളും ഭരിച്ചിട്ട് എത്രയോ വർഷം കൊണ്ട് ഈ നീറ്റ ജലാറ്റിനെ അവിടെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മാവോയിസ്റ്റ് ഒരു അക്രമം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെല്ലാം സന്തോഷിച്ചു. കാരണം അതുകൊണ്ട് കുറച്ച് മെച്ചമുണ്ടായി. പതുക്കെ മാവോയിസ്റ്റുകൾ ഈ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ മനസ്സിലോട്ട് കയറിയെന്നാണ് ഞാൻ പറയണത്. അതുപോലെ തന്നെ അവിടുത്തെ കളമശ്ശേരിയിലെ ചുങ്കം, അവിടുത്തെ ടാക്സ് പിടിക്കുന്ന സ്ഥലത്തും അവിടെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പണം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് മാവോയിസ്റ്റ് ഒരു ആക്രമണം ഉണ്ടായി. അപ്പോൾ അവിടെയും പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് മാവോയിസ്റ്റിന് നല്ല വിശകലനം ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ നീറ്റ ജലാറ്റിൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴല്ല, എത്രയോ കാലമായി അവിടെ ജനകീയ സമരം നടക്കുന്നു. അതിൽ തന്നെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ട്. മാവോയിസ്റ്റുകൾക്കെതിരെ അല്ല, സമരം ചെയ്യുന്നവർക്കെതിരെ. അത് എത്ര ഭീകരമായിരുന്നു എന്നുള്ളത് നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതുമാണ്. ശ്രീ രാവുണ്ണി, ഇനി നമ്മളിപ്പോൾ സൂചിപ്പിക്കപ്പെട്ട സമരങ്ങളൊക്കെ അവിടെ വിട്ടേക്കൂ. ആദിവാസികളുടെ കാര്യം മാത്രം എടുക്കാം. നമ്മുടെ ആദിവാസി സെറ്റിൽമെൻറ്റുകളിലെ ആദിവാസികളുടെ കാര്യം മാത്രം എടുക്കാം. ഈ മാവോയിസ്റ്റുകൾ അവരുടെ കുടികളിലേക്ക്, അവരുടെ ഊരുകളിലേക്ക് ചെല്ലുന്നതും ഒരുപക്ഷെ അവരെ തന്നെ ഷെൽട്ടറാക്കാൻ ശ്രമിക്കുന്നതും മൂലം എന്താണ് ഉണ്ടാകുന്നത്? പോലീസിന്റെ തണ്ടർബോൾട്ട് സംഘത്തിനും ഇതേ ഊരുകളിലേക്ക് പോകേണ്ടി വരുന്നു. ആദിവാസികൾ സാൻഡ്വിച്ച് ആവുകയാണ് അവിടെ മാവോയിസ്റ്റുകളുടെയും പോലീസുകാരുടെയും ഇടയിൽ. എല്ലാ കാലത്തും പറയാവുന്ന ഒരു കഥയാണ്. അത് കഥയല്ല, 50കളിലും 48ലും ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അനുഭവമുള്ളതാണ്. ഈ കഥകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉള്ളത്. ഇന്ന് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ട് ഇതേ കഥ പറയുന്നത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കഥയൊക്കെ ഉണ്ടല്ലോ, എക്കാലത്തുണ്ട്. ഈ നാട്ടിൽ യുദ്ധം നടത്തുമ്പോൾ ജനങ്ങൾ ആ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. സതീഷ് ഇവിടെ എന്താണ് ഈ പാവപ്പെട്ട ആദിവാസികൾ മാത്രമാണ്. പാവപ്പെട്ടവരെ പറ്റി നിങ്ങൾ പറയണ്ട. പാവപ്പെട്ടവർക്ക് വേണ്ടി 70 കൊല്ലമായി എന്ത് ചെയ്തു? വംശനാശം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. പറ്റിയുള്ള മുതലക്കണ്ണീർ അവിടെ നിർത്താം. അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി പോലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ആദിവാസി ഭൂസംരക്ഷണ നിയമത്തെ അട്ടിമറിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ് ഇവിടെ. എല്ലാ പാർട്ടികളും അതിലുണ്ടായിരുന്നു, ഒരു പാർട്ടിയും ഇല്ലാതെ. അതിനെതിരായി സമരം ചെയ്ത, അതിലിടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും പഠനം നടത്തിയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ നമ്മൾ അവർ സാൻഡ്വിച്ച് ആവണു, അങ്ങനെ വിഷമിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സമരം നടക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവും. ഒരു പിന്നെ എന്തെന്നാ അത് സമരം അല്ലാതെ വളരെ സമാധാനപരമായി സമരം നടത്തുമ്പോഴും ലാത്തിചാർജ് നടക്കുന്നുണ്ട്. ഞാൻ പാലിയേക്കര ടോൾ സമരത്തിൻ്റെ കാര്യം പറഞ്ഞു. എത്ര പ്രാവശ്യം പന്തലടക്കം തല്ലിപ്പൊളിച്ചില്ലേ അവർ വന്നിട്ട് പോലീസ്. ഇതിനെപ്പറ്റി ആരെന്ത് പറയാനുണ്ടായിരുന്നു? അപ്പോൾ ഭരണകൂടത്ത് എന്ത് അക്രമവും ചെയ്യാം. അത് തന്നെ ഒരു ബലമാണ്. ദി സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ വയലൻസ് അഗൈൻസ്റ്റ് ദ സൊസൈറ്റി. ശരി, അതിനെതിരായിട്ടാണ് ജനങ്ങൾ. ശരി, താങ്കൾ ഭരണകൂട സംവിധാനത്തെ അപ്പാടെ എതിർക്കുന്ന ആളാണ്. അത് താങ്കളുടെ ജനാധിപത്യപരമായ അവകാശം. ആയുധമെടുക്കാത്തിടത്തോളം എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ശ്രീ CR നീലകണ്ഠൻ, ഈ സമരങ്ങളുടെ കാര്യം പറയൂ. ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്ന ഇടത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് താങ്കൾ പറഞ്ഞു വെച്ചിരുന്നു. ജനങ്ങൾക്ക് മാവോയിസ്റ്റുകളാണ് നല്ലത് എന്നൊരു തോന്നൽ, അതായത് ഇപ്പോൾ മാവോയിസ്റ്റുകൾ ഇടപെട്ടത് കൊണ്ട് ഈ ടോളിലോ അല്ലെങ്കിൽ നീറ്റ ജലാറ്റിൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ ഇപ്പോൾ KFCയിലോ മാക്ഡൊണാൾഡിലോ ആക്രമണം നടത്തിയത് കൊണ്ട് സാമ്രാജ്യത്വത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ എനിക്കറിയില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഇരകളാക്കപ്പെടുന്ന ജനങ്ങൾക്ക് മാവോയിസ്റ്റുകളോട് സിമ്പതി തോന്നാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിപ്പോൾ നേരത്തെ DGP പറഞ്ഞു, രാവുണ്ണേട്ടൻ പറഞ്ഞു. തീർച്ചയായും ഒരുപാട് കാലം സമരം ചെയ്ത് ദുരിതത്തിലായി. അത് ക്വാറിക്കെതിരെയാവാം, ടോളിനെതിരെയാവാം, നീറ്റ ജലാറ്റിനെതിരെയാവാം, പെരിയാർ മലിനീകരണത്തിനെതിരെയാവാം, ഒരുപാട് പ്ലാച്ചിമടയാവാം. ഒരുപാട് കാലം സമരം ചെയ്ത മനുഷ്യർക്ക് ഒരു ഔട്ട്ബേസ്റ്റ് എന്ന അർത്ഥത്തിൽ മാവോയിസ്റ്റ് ഇടപെടലുകൾ ഒരു ആശ്വാസമായേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ ഭരണകൂടത്തിന്റെ അവസ്ഥ വെച്ച് ഒരു കാലത്തും അങ്ങനെ ഒരു സമരത്തിലൂടെ
വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ. ഇതെന്റെ രാഷ്ട്രീയ വീക്ഷണമാണ്. അത് രാവണേട്ടന് ഇതാവാം. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല. ഞാൻ കാണുന്ന ഒരു പ്രശ്നം അവിടെ ഇപ്പൊ മാവോയിസ്റ്റ് എന്ന പേരിൽ അവിടെ സാധാരണ സമരം ചെയ്യുന്ന സാധാരണക്കാർ വരെ സ്ത്രീകളടക്കം ജയിലിലോ അല്ലെങ്കിൽ മർദ്ദനത്തിനോ വിധേയരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള എൻ്റെ ഒരു അനുഭവം. അല്ലെങ്കിൽ വടിക്കും. രാവണേട്ടൻ പറഞ്ഞ ശരിയാണ്. അവിടെ ടോളിന്റെ അവിടെ ഞങ്ങൾ സമരം ചെയ്തിട്ട് വടി കിട്ടിയിട്ടുണ്ട്, നമ്മളും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ വേറൊരർത്ഥത്തിൽ ഇതിനൊരു ന്യായീകരണം വരികയാണ്. മാവോയിസ്റ്റുകളാണെങ്കിൽ ചെയ്യാം. മാത്രവുമല്ല, ഭരണകൂടം ഈ സമരങ്ങളെ മുഴുവൻ മാവോയിസ്റ്റുകളുടെ സമരം എന്ന അർത്ഥത്തിൽ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു ടെറർ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ആ ടെററിന് സഹായകമാകും ഇതെന്റെ അനുഭവമാണ്. ഇപ്പോ ഏലൂരിൽ സമരം ചെയ്യുന്ന പുരുഷൻ ഏലൂരിനെ മാവോയിസ്റ്റാക്കും, ഭീകരവാദിയാക്കും, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ ഫലമായ സമരം തന്നെ തകർക്കാൻ ചിലപ്പോൾ അവർക്ക് അതിനവസരം കിട്ടുന്നു. ഞാനൊരു പ്രായോഗിക പ്രശ്നം പറഞ്ഞത്. ഇതൊരു താത്വികമായി ഇതിനെങ്ങനെ നേരിടുന്നത് ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമരത്തിൽ, സമാധാനപരമായ സമരത്തിൽ നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൽ നിരാശയുണ്ട്, വിഷമമുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബ്രേക്ക് പോയിന്റ് വിട്ട് അങ്ങോട്ട് പോവാൻ അതിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷത്തിനും കഴിയില്ല. ഇപ്പൊ പ്ലാച്ചിമടയിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഒരാഴ്ച ജയിലിലിട്ടാൽ എത്ര പേർക്ക് അവിടെ കിടക്കാൻ കഴിയും? ഇവർ മാവോയിസ്റ്റുകളാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിരന്തരം ജയിലിൽ കിടക്കേണ്ടി വരും. അതിന് തയ്യാറായിട്ടാണോ ഈ നിറ്റാ ജലാറ്റയിൽ പോകുന്ന, അതിനെതിരെ സമരത്തിന് പോകുന്ന സ്ത്രീകൾ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. തീർച്ചയായും ജനാധിപത്യപരമായ വിയോജിപ്പിന് ഇടമുള്ള രാജ്യമാണല്ലോ നമ്മുടേത്. അതുകൊണ്ട് സമരങ്ങൾ എല്ലാ കാലത്തും സമരങ്ങളായി തുടരും. അത് ബധിരകർണങ്ങളിൽ പതിക്കും എന്നില്ല. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ MN രാവുണ്ണി, ശ്രീ PA പൗരൻ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ സത്യൻ മൊകേരി ചർച്ചയിൽ പങ്കെടുത്തത്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.